കേരള കലോത്സവത്തിൽ കോഴ ആരോപണം നേരിട്ട വിധികർത്താവ് ജീവനൊടുക്കി. മാർഗംകളി മത്സരത്തിന്റെ വിധികർത്താവ് PN ഷാജിയാണ് മരിച്ചത്. നിരപരാധിയാണെന്ന് ആത്മഹത്യാക്കുറിപ്പിൽ. വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖർ ചേർന്നു. ചന്തു, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കേരള യൂണിവേഴ്സിറ്റി കലോത്സവവുമായി ബന്ധപ്പെട്ട് അതിന്റെ പേരിൽ തുടങ്ങിയ വിവാദം ഇപ്പോഴും ഒടുങ്ങുന്നില്ല. ഇപ്പോൾ അതിന്റെ വിധികർത്താവ് മാർഗംകളിയുമായി ബന്ധപ്പെട്ട് കോഴ ആരോപണം ഉയർന്ന വിധികർത്താവ് PN ഷാജിയാണ് ഇപ്പോൾ ജീവനൊടുക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പ് എഴുതിവെച്ചതിന് ശേഷം അദ്ദേഹം ജീവനൊടുക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തനിക്ക് ബന്ധമില്ല, കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട് തനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന ഒരു ആത്മഹത്യാക്കുറിപ്പ് എഴുതിയതിന് ശേഷമാണ് അദ്ദേഹം ജീവനൊടുക്കിയിരുന്നത്. നേരത്തെ മാർഗംകളിയുമായി ബന്ധപ്പെട്ട് കോഴ ആരോപണം ഉണ്ടാകുകയും അതിൽ അപ്പീൽ കമ്മിറ്റി യോഗത്തിന് ശേഷം ഷാജി, സിബിൻ, ജോമറ്റ് തുടങ്ങിയ വിധികർത്താക്കളെ കണ്ടോൺമെന്റ് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. കേരള യൂണിവേഴ്സിറ്റി ചെയർമാൻ നൽകിയ പരാതിയിലാണ് ഇത്തരത്തിൽ ഒരു അറസ്റ്റ് ഉണ്ടായത്. അതുമായി ബന്ധപ്പെട്ട് ഈ 3 വിധികർത്താക്കളും കോഴ വാങ്ങിയതുമായി ബന്ധപ്പെട്ട് ചില തെളിവുകളുമൊക്കെ പുറത്തു വന്നിരുന്നു. അതിനുശേഷം ഇദ്ദേഹം ഇപ്പോൾ ജീവൻ കിട്ടിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തനിക്ക് വേറെ ബന്ധവും ഇല്ല എന്ന കാര്യമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. കലോത്സവത്തിൽ കൈക്കൂലി വാങ്ങി ചിലർക്ക് അനുകൂലമായി മത്സരങ്ങളുടെ വിധി നിർണയം നടത്തി എന്ന ആരോപണമായിരുന്നു ഉയർത്തുന്നത്. അതിനെ തുടർന്ന് ആ മത്സരം മാറ്റിവെക്കുകയും തുടർന്ന് വീണ്ടും നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും കേരള യൂണിവേഴ്സിറ്റി കലോത്സവവുമായി ബന്ധപ്പെട്ട് അതിൽ പേരിൽ തുടങ്ങിയ വിവാദം ഇപ്പോഴും ഒഴിയാതെ നിൽക്കുന്നുണ്ട്. പേരിൽ തുടങ്ങി പിന്നെ കൈക്കൂലി ആരോപണം, ഇപ്പോൾ അതിന്റെ വിധികർത്താവ്, ഈ ആരോപണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ വിധികർത്താവ് തന്നെ ജീവൻ ഒടുക്കിയിരിക്കുന്നു. ചിലർക്ക് വേണ്ടി താൻ ബലിയാടായി എന്ന കാര്യമാണ് അദ്ദേഹം ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറിൽ തന്നെ വ്യക്തത. ശരി. കേരള കലോത്സവത്തിൽ കോഴ ആരോപണം നേരിട്ട വിധികർത്താവ് ജീവനൊടുക്കി. മാർഗംകളി മത്സരത്തിന്റെ വിധികർത്താവ് PN ഷാജിയാണ് മരിച്ചത്. നിരപരാധിയാണെന്നാണ് ആത്മഹത്യാക്കുറിപ്പിൽ. വിവരങ്ങൾ നൽകുകയായിരുന്നു ചന്തു ചന്ദ്രശേഖർ.